ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നെക്ക് ഡിസൈനുമായിട്ടാണ്. ഈ നെക്ക് ഡിസൈന് ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ഒരു നെക്ക് ഡിസൈൻ കാണിക്കാമോ. ആ നെക്ക് ഡിസൈനാണ് മാംഗോ നെക്ക് ഡിസൈൻ. മാംഗോയുടെ നെക്ക് കാണിക്കാമെന്നായിരുന്നു ആ സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടത്. അപ്പം നമുക്ക് ഇന്ന് ആ നെക്കൊന്ന് ചെയ്തെടുക്കാമേ. നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ഒന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പ്ലെയിൻ ബ്ലൂ കളറിലെ ഒരു മെറ്റീരിയലാണ്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു 1/2 മീറ്റർ പ്രിൻറ്റഡ് ഫാബ്രിക്കുമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നെക്ക് ഡിസൈൻ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ ആ കുർത്തി എങ്ങനെ കട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിക്കുന്നില്ല. അപ്പം നെക്കിൻ്റെ ഡിസൈൻ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അതിനു വേണ്ടി നമ്മൾ മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 4ആയിട്ട് ഇതിപ്പോൾ ഫ്രണ്ട് ഭാഗവും ബാക്കി ഭാഗം ഒരുമിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ മാത്രമേ നെക്ക് ഡിസൈൻ കാണിക്കുന്നുള്ളൂ, പിന്നെ ബാക്കിയെല്ലാം നമുക്കറിയാവുന്നല്ലോ. അപ്പം നമ്മൾ ഈ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് ക്യാൻവാസിലാണ്. അപ്പോൾ ഞാനിത് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്യാൻവാസ് 2ആയിട്ടൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് അപ്പം ഞാൻ ഈ ക്യാൻവാസിൻ്റെ മുകളിൽ 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊരു ലൈനായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മാർക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്താണ്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ഞാനിവിടെ എടുക്കുന്ന നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച്. ഞാനിവിടെ എടുക്കുന്ന നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. അപ്പം നമ്മൾ ആ മേളിൽ ഷോൾഡർ മാർക്ക് ചെയ്യേണ്ട താഴെ വേണം 5.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാൻ. അപ്പോൾ എന്നിട്ട് അവിടെ താഴത്തെ നെക്കിൻ്റെ മേളിൽ വെച്ച അതേ വിഡ്ത്ത് തന്നെ താഴെയും കൊടുക്കുക 3 ഇഞ്ച്. എന്നിട്ട് അതൊരു ബോക്സ് പോലെ വരച്ചിട്ട് നമുക്കതിന് നെക്ക് ഡിസൈൻ ചെയ്യാം. നമ്മൾ ഈ ക്യാൻവാസ് മടക്കി വെച്ചിട്ടല്ലേ നമ്മൾ ഈ നെക്ക് വരച്ചത്. അതേപോലെ ക്യാൻവാസ് നൂത്ത് കൊടുത്തിട്ട് അപ്പം നമ്മൾ ഒരു സൈഡിൽ ആ വരച്ചത് അതേപോലെ മറു സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ അത് ആ മറു സൈഡിലോട്ട് ആ ഡിസൈൻ ആവുമേ. അങ്ങനെ ഒന്നും കൂടെ ഞാൻ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് അതേപോലെ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസൈന് അപ്പുറവശത്തും കിട്ടും. അപ്പം നമ്മളിവിടെ ഈ ഡിസൈന് കട്ട് ചെയ്യുന്നത് നിവർത്തിയിട്ടിട്ടാണ്, മടക്കിയിട്ടിട്ടല്ല, ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യണേ. എന്നിട്ട് അപ്പുറവശത്തുള്ള ആ 3 ഇഞ്ചും 5.5 ഇഞ്ചിൻ്റെ ആ ബോക്സ് അതേപോലെ ഇപ്പുറവശത്തേക്കും ലെഫ്റ്റ് സൈഡിലും അതേപോലെ ഒന്ന് മാർക്ക് ചെയ്യണേ. അപ്പോൾ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അപ്പം നമുക്ക് ഈ ക്യാൻവാസിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം. അപ്പം സെൻറ്റർ ഒന്ന് കണ്ടുപിടിച്ചു. അതേപോലെ ഞാൻ മുകളിലും ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്തൊന്ന് കൊടുക്കണം. അതേപോലെ സൈഡിൽ നിന്ന് നമുക്ക് 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യണം. ടേപ്പ് നമ്മൾ സൈഡിൽ ഇത് കണ്ടില്ലേ, നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ ഏത് സൈഡിൽ നമുക്ക് വേണേൽ ചെയ്യാമേ. ആ സൈഡിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നമ്മൾ 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തത് ഒരു ലൈനായിട്ടങ്ങ് വരയ്ക്കണം. എന്നിട്ട് ആം ഹോൾ കർവ് എടുത്തിട്ട് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യാത്ത സൈഡുണ്ടല്ലോ അവിടെ വെച്ചിട്ട് നമുക്ക് ഏത് രീതിയിലാണോ ആം ഹോൾ കർവ് വെക്കേണ്ടത് ആ രീതി വെച്ചിട്ട് നമുക്ക് കണ്ടോ അങ്ങനെ ഒന്ന് നെക്കൊന്ന് വരച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ആം ഹോൾ കർവും കൊണ്ട് നമ്മൾ എങ്ങനെ നെക്ക് ഡിസൈൻ ചെയ്യാമെന്ന്. അതേപോലെ ആം ഹോൾ കർവ് ഏത് രീതിയിൽ വെച്ച് വേണമെങ്കിലും നമുക്ക് നെക്ക് വരയ്ക്കാമേ. ഇനി എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്തേക്കും ആ ലൈനിലേക്ക് നമ്മൾ ആം ഹോളിൻ്റെ കർവ് വെച്ചിട്ട് നല്ലൊരു നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആ നെക്ക് മാർക്ക് ചെയ്തെടുത്തു. ഇനി എന്നിട്ട് നമുക്ക് ആ ഭാഗം ഉണ്ടല്ലോ നടുഭാഗത്തു നിന്ന് നമുക്കൊരു റായുടെ ഷേപ്പിൽ ഒരു കണ്ടോ കറക്റ്റ് റാ ഷേപ്പിൽ നമുക്കിതൊന്ന് വരച്ചെടുക്കണേ. അപ്പോൾ കണ്ടോ നമുക്ക് നമ്മുടെ മാംഗോ നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്നിട്ട് അങ്ങനെ 1/4 ഇഞ്ച് വെച്ചിട്ട് ചുറ്റിന് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ആ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ കൂടി നമുക്കൊരു ലൈൻ പോലെ നമ്മൾ ആ ഡോട്ടായിട്ടല്ലേ വരച്ചത് അതൊരു ലൈനാക്കി നമുക്ക് നല്ലൊരു നെക്ക് വരച്ചെടുക്കണേ. ഈ വരയ്ക്കുന്നത് നമുക്ക് കറക്റ്റ്
കറക്റ്റായിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും 1/4 ഇഞ്ച് കറക്റ്റായിട്ട് വേണം. എന്ന് വെച്ചാൽ ഈ നെക്ക് നമുക്ക് ഫ്രണ്ടിലേക്ക് മറിച്ചിടുന്ന നെക്കാണ്. അപ്പം ഫ്രണ്ടിൽ വരുമ്പം കറക്റ്റ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വൃത്തികേടായിരിക്കും. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് 1/4 ഇഞ്ചെങ്കിൽ 1/4 ഇഞ്ച് കൂടുതൽ വേണമെങ്കിൽ നമുക്കിത് മാർക്ക് ചെയ്യാമേ. അത് എത്ര വിഡ്ത്ത് വേണോ അത്രയും അനുസരിച്ച് നമുക്കിത് മാർക്ക് ചെയ്യാം. എന്നിട്ട് ചുറ്റിനും അങ്ങനെ വരച്ചിട്ട് എന്നിട്ട് ആ ഭാഗത്ത് നമുക്കൊരു റാ ഷേപ്പിൽ അത്രയും പിന്നെ കണ്ടോ ആ ഭാഗത്ത് അങ്ങനെ ഒരു റാ ഷേപ്പിലൂടെ ഒന്ന് വരച്ചിട്ട് നമുക്കിതൊന്ന് കറക്റ്റ് ഒന്ന് വരച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ കണ്ടോ ഞാൻ ഈ വരച്ചേക്കുന്നതിൻ്റെ കൂട്ട് ആ ഭാഗത്ത് കറക്റ്റ് റാ ഷേപ്പിലൊന്ന് വരച്ചെടുക്കണേ. അങ്ങനെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യേണ്ട ഏതിലേക്കൂടെയാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത് വരച്ച ആ വരയില്ലേ, ആ വരയിൽ നമ്മൾ കറക്റ്റിന് നമുക്കൊന്ന് കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കട്ട് ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം വരച്ച ആ അകത്തെ ഭാഗം ഉണ്ടല്ലോ, ഇന്നർ ആദ്യം വരച്ചത്, ആ ഭാഗം നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ എങ്കോണിച്ചൊന്നും പോകാതെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യണേ. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ആ നെക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മൾ ആ നെക്കും നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ നെക്കിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പം നമ്മൾ 1/2 മീറ്ററിൻ്റെ ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ടില്ലേ, അത് നമുക്ക് ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ട് അത് കട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ആ കറക്റ്റ് 4 വശവും ലെവലായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ചീത്ത വശം നമ്മൾ എടുക്കുക. ചീത്ത വശത്താണ് നമ്മൾ ഈ ക്യാൻവാസ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പം ചീത്ത വശം എടുത്തിട്ട്, അപ്പോൾ ക്യാൻവാസിന് തന്നെ 2 വശങ്ങളുണ്ട്. ഒന്ന് മിനുസമുള്ള ഭാഗവും ഒന്ന് മിനുസമില്ലാത്ത ഭാഗവും. അപ്പം മിനുസമുള്ള ഭാഗം മാത്രമേ നമ്മുടെ തുണിയിലോട്ട് ഒട്ടുകയുള്ളൂ. അപ്പം മിനുസമില്ലാത്ത ഭാഗം ആരും ഒട്ടിക്കരുത്. അപ്പം മിനുസമുള്ള ഭാഗം നമ്മുടെ തുണിയിലോട്ട് ഒട്ടിക്കണം. അതിനു വേണ്ടി നമ്മൾ ഇതിൻ്റെ നെക്കൊന്ന് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ 2 സൈഡിൽ നിന്നും ആദ്യം സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് 2 വശത്തേക്കും നമ്മുടെ നെക്ക് വിഡ്ത്ത് എത്രയാണ്, 3 ഇഞ്ചല്ലേ, 3 ഇഞ്ച് നമുക്ക് 2 ഭാഗത്തേക്കും മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ക്യാൻവാസിൻ്റെ മിനുസമുള്ള ഭാഗം ആ 3 മാർക്ക് ചെയ്ത നെക്ക് വിഡ്ത്തിലേക്ക് നമുക്ക് വെച്ചിട്ട് അയൺ ബോക്സും കൊണ്ടൊന്ന് ഒട്ടിച്ചൊന്ന് കൊടുക്കണേ. അങ്ങനെ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് അടുത്ത നമ്മൾ ചെയ്യുന്നത് അപ്പം ഞാനിത് എൻ്റെ ഭാഗത്തേക്കൊന്ന് കട്ട് ചെയ്യാനൊന്ന് എളുപ്പത്തിന് വേണ്ടി ഞാനൊന്ന് മാറ്റിയിടുവാണേ. എന്നിട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 1/4 ഇഞ്ചിൻ്റെ 1/2 ഇഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇട്ടിട്ട് നമുക്കതൊന്ന് കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണേ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ ആ 1/4 ഇഞ്ച് കട്ട് ചെയ്ത ആ ഭാഗം നമുക്ക് അകത്തോട്ടൊന്ന് മടക്കി വെച്ചിട്ട് നമുക്കൊരു സ്റ്റിച്ചൊന്ന് കൊടുക്കണേ.
അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇത് നന്നായിട്ടൊന്ന് അയൺ ബോക്സും കൊണ്ടൊന്ന് തേച്ചുകൊണ്ട് കൊടുക്കണേ. അപ്പം നമ്മുടെ നെക്ക് ഇനി നമുക്ക് കുർത്തിയിലേക്കൊന്ന് പിടിപ്പിക്കാം. ഇത് നമ്മൾ കുർത്തിയുടെ ചീത്തവശമാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തു. 2 ഭാഗത്തേക്കും നമുക്ക് 3 ഇഞ്ച് വെച്ച് നെക്ക് വിഡ്ത്തും ഒന്ന് മാർക്ക് ചെയ്തു. ഇനി എന്നിട്ട് ഇതിൽ വെച്ചിട്ട് നമുക്ക് ആ കറക്റ്റ് നമ്മുടെ നെക്കൊന്ന് വെച്ച് കൊടുക്കണേ കറക്റ്റായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് വരുന്ന രീതിയിൽ നമുക്കൊന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണേ. ഇത് നമ്മൾ ക്യാൻവാസിൻ്റെ തൊട്ടരികത്തൂടെ, ക്യാൻവാസ് ഒരിക്കലും സ്റ്റിച്ച് ചെയ്യരുത്, ക്യാൻവാസിൻ്റെ തൊട്ടരികത്തൂടെ നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് കൊടുക്കണേ. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാമേ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് 3-4 പിന്നൊന്ന് കൊത്തി കൊടുക്കണേ. അപ്പം ഞാൻ പിന്ന് കൊത്തി കൊടുത്തിട്ടാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ക്യാൻവാസെ കൊള്ളാതെ നമുക്കിതേപോലെ ഒന്ന് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമ്മളിത് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണേ. എന്നിട്ട് സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ നമുക്ക് ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് കൊടുക്കണേ. ഒരു കാരണവശാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് കട്ട് ചെയ്ത് പോകരുത്. അപ്പം ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഓരോ കട്ട് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ഇത് നമുക്ക് നല്ല വശത്തേക്ക് തിരിച്ചിടണേ. അപ്പം നല്ല വശത്തേക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അപ്പോൾ ആ ഭാഗം മാത്രം വരുമ്പോൾ നമുക്ക് കൈ കൊണ്ട് അല്ലെങ്കിൽ സിസറിൻ്റെ അറ്റം കൊണ്ടോ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് കൊടുത്താൽ ആ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ഇത് കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ നെക്ക് ഡിസൈൻ വന്നിട്ടുണ്ട്. ഇനിയും കണ്ടോ, ഇങ്ങനെ നമ്മൾ അറ്റത്തുകൂടി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണേ. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് അവിടെ പിന്നെ ഫിനിഷിങ്ങിൽ നമുക്കതപ്പം നെക്കും കിട്ടുവേ. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഫുള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഫൈനൽ ലുക്കൊന്ന് നമുക്കൊന്ന് കാണാമേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഞാൻ അതേപോലെ ആ പ്രിൻ്റഡ് പീസ് ഞാൻ സ്ലീവിനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം സ്ലിറ്റഡായിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പം താങ്ക് യു.